ഹലോ ഗായ്സ്, പുതിയൊരിലേക്ക് എല്ലാം മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റാണ്. സോ കുറേ പേര് പറഞ്ഞതാണ്, കമൻറ്റ് ബോക്സിൽ വന്നിട്ടില്ല, നേരിട്ട് പറഞ്ഞതാണ്. സോ ക്രാഫ്റ്റാണ്, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മളെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പിന്നെ കഴിഞ്ഞ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളൊന്നും വ്യൂസ് കൂടുതൽ കിട്ടി, സബ്സ്ക്രൈബ് കുറവാണ് കിട്ടിയത്. സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ് പ്ലീസ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു പോളാർ ബിയറിനെയൊക്കെ കണ്ട് നമ്മൾ ഓടുകയാണ് ഗൈസ്. നമ്മൾക്ക് പിന്നെ അതല്ലേ ഉള്ളൂ ഓട്ടം. ഞാൻ പിന്നെ ഇവിടുന്ന് ഒറ്റ ഓട്ടം ഓടി. പിന്നെ കുറച്ച് വില്ലേജിലൊക്കെ എത്തി. അത് മാത്രം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. വില്ലേജിൽ കയറിയപ്പോൾ ഒരു വില്ലേജർ അവിടെ ഇങ്ങനെ ഒന്ന് തല്ലിയെടുത്ത് ജസ്റ്റ് ഇത് എന്നിട്ട് അവൻ്റെ സാധനങ്ങൾ, അതായത് ആ വീട്ടിലുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുത്തു. ഒരു ലാമ്പും പിന്നെ ഇതൊരു സ്മിത്തിങ് ടേബിളും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്ത് പൊട്ടിച്ച് ആ ലാമ്പും കൂടി അങ്ങ് എടുത്തിട്ട് ഇതൊക്കെ തുറന്ന് ബെഡും എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫാമെങ്കിൽ ഫുഡായല്ലോ എന്ന് പറഞ്ഞാൽ അത് എടുത്തു. സോ എടുത്ത് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇതായിരുന്നു. സോ അവിടെ തന്നെ ഇന്ന് നേരം ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തായിരുന്നു ക്യാമറയിൽ. അവിടുന്ന് മാറി നമ്മളിങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇവിടെ ഒരു ഫർണിച്ചർ എടുക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. സോ ഞാൻ അവിടെ ഒരു റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്തു. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ കണ്ടോ.
ഗായ്സ്, അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടല്ല നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. സോ നമുക്ക് അയൺ ഗോളത്തിനെ കൊല്ലാം. ഞാൻ ഡേർട്ട് എടുക്കട്ടെ. ഈ ഡേർട്ട് എടുത്താൽ മാത്രമേ അയൺ ഗോളത്തിനെയും കൊല്ലാൻ പറ്റൂ. പിന്നെ നമ്മുടെ ഈ സ്റ്റോൺ സ്പിയർ ഉണ്ടല്ലോ, സ്പിയർ നമുക്ക് ആവശ്യമുണ്ടാവും ഞാൻ കരുതുന്നു. സോ എന്തായാലും ഞാൻ ഗോളത്തിനൊന്ന് പേടിപ്പിച്ചേക്കാം. ഒറ്റ അടി കൊടുത്തിട്ടുണ്ട്. ഇനി ഓടിയില്ലെങ്കിൽ അയൺ ഗോളം നമ്മളെ കൊല്ലും. സോ ഒറ്റ ഓട്ടം ഓടാം. ഓടിയതാ ഇത്രയും ദൂരത്തി നമുക്ക് നിൽക്കാനുള്ള സ്ഥലത്ത് ഡേർട്ട് പ്ലേസ് ചെയ്ത് സ്ഥലം മാറിപ്പോയി. സോ അയൺ ഗോളം ഓൺലൈൻ ഇതാവുന്നു. അപ്പോൾ ഒരടി കൊടുക്കുക നോക്കി, പക്ഷെ നടന്നില്ല. ഡേർട്ട് എടുത്ത് കൈ വെച്ച് ഒറ്റ വാറുണ്ടെന്ന് ഡേർട്ട് ഇങ്ങിട്ട് അയൺ ഗോളം ഇതാന്ന് 2-3 വട്ടം നമുക്ക് സ്പിറിച്ച് അടിക്കാൻ ചാവുന്നെങ്കിൽ ചാവട്ടി എന്ന് ഞാൻ കരുതി. 1 വട്ടം അടിച്ച്, 2 വട്ടം അടിച്ച്, സ്പിറിച്ച് കുത്തി 3-4 വട്ടമൊക്കെ അടിച്ചപ്പോഴാണ് 5-10 വട്ടം അങ്ങോട്ട് അടിച്ചു ഇങ്ങനെ. എന്നിട്ട് എത്രയെങ്കിലും ആക്കിയ ഇനി ആക്സ് വെച്ച് അടിക്കാം എന്ന് കരുതി ഞാൻ ആക്സ് വെച്ച് അടിച്ച് എന്തായാലും സെറ്റാക്കി. അപ്പോഴാണ് എനിക്ക് ടാപ്പ് ടു ഓപ്പൺ ദി ചാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറേ അടിച്ച് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് രാത്രിയായി രാത്രിയായി. ഇത്രയും നേരം എന്നെ സ്കൾട്ട് അടിക്കാൻ എന്തോ ഒരു ഭാഗ്യം. 2 പൂവിടെ നട്ടു വെച്ചേക്കാം. പിന്നെ ഇവിടെ കിടന്നുറങ്ങാൻ നെറ്റി കയറിയപ്പം ബെഡ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. അപ്പം പിന്നെ അത് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കുക. ആ സാധനം മാത്രം ഒന്ന് പൊളിച്ചെടുത്തിട്ടേ വെച്ചേക്കാം, കൈ വെച്ചേക്കാം കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നമ്മളിങ്ങോട്ട് വന്ന് സേഫായിട്ട്, വളരെ സേഫായിട്ടാണ് നിൽക്കുന്നത്. വളരെ സേഫാണ്. സ്കൾട്ടിനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും സേഫാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഇതാ ഒരു ചെസ്റ്റിന് നമുക്ക് മറ്റേ ബണ്ടിലില്ലേ അത് കിട്ടി. ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതങ്ങ് എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൈ ഇരിക്കുമായിരുന്നു. ആ ബണ്ടിലുള്ള സാധനങ്ങളല്ല, നമ്മളുടെ കൈ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ ആ ബണ്ടിലോട്ട് ഫുള്ളാക്കി. പിന്നെ സീഡ് എടുത്ത് വെക്കണം. അപ്പോൾ അതും കൂടി അങ്ങ് വെച്ചു. പിന്നെയെന്ന് പറയുന്നത് ഒന്നുമില്ല. ബാക്കിയുള്ള ഒരു 2 മിനിറ്റ് നിങ്ങൾ തന്നെ കണ്ടോ.
ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ തിരിച്ചു വന്നു. നമ്മളിപ്പോൾ കേവിലാണ്. കേവിൽ നിന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കേവി മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അടിയാണ് ഗൈസ്. കേവി കയറി പിന്നെ അടിയായിരിക്കുമല്ലോ. എന്തായാലും ഇവിടെ കോൾ എടുക്കാം. കോൾ വെറുതെ എടുത്തട്ടെ. വെറുതെ പിക്കാക്സിൻ്റെ ഇത് കളയുന്ന എന്തിനാ? എടുത്ത് ഇച്ചിരി എടുത്തോളൂ. പിന്നെ തിരിച്ച് കയറിപ്പോവാൻ വഴി അന്വേഷിച്ച് കിടക്കുമായിരുന്നു ഗൈസ്. വഴിയാണെങ്കിൽ ഇവിടെ ഇല്ല. എങ്ങനെ കയറിപ്പോവും? അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് വഴി കയറി വന്ന വഴി തന്നെ പോകാമെന്ന് കരുതി. പിന്നെ നമ്മൾ വന്ന വഴിയിലോട്ട് വിട്ട് നേരെ ചാടി ഓടി കയറി. ഇവിടെ നിന്നൊരു ഡേർട്ടൊക്കെ എടുത്ത് പൊട്ടിച്ച് ആ ഡേർട്ട് തന്നെ പ്ലേസ് ചെയ്തപ്പോൾ സ്ഥലമില്ല. വീണ്ടും പൊട്ടിച്ച് വെച്ച് കയറി. ഇതുവഴി കൂടി കയറി മണ്ട എത്തി. ഒടുവിൽ നമ്മൾ മണ്ട എത്തിയപ്പോഴാണ് ഹങ്കർ ബാർ കുറഞ്ഞ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറഞ്ഞില്ല. പിന്നെയെന്ന് പറയുന്നത് എന്തുവാ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പര കുറച്ചിട്ട് നടക്കുക, അതല്ലേ ഉള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ട.
സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നല്ലപോലെ തന്നെ ഗ്രൈൻഡൊക്കെ ചെയ്ത് ചെയ്യാനൊക്കെ ഗ്രൈൻഡ് നല്ലപോലെ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരിയൊക്കെ കൂടി. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടം വരെ എത്തി. ഒരു കേവ് എനിക്ക് നല്ലത് വേണം എന്നൊരു തപ്പി ഇളകുവാണ്. ഫ്രണ്ട് ആരാണോ അവന്മാരെ കൊണ്ടിട്ട് വെച്ച് നല്ലതൊരു ചാടി ഒരു ഡൗട്ട് ബ്ലോക്ക് കിട്ടി. HP ഇല്ല കേട്ടോ. സോ ഇതെവിടെ അവനെ കൊല്ലാമല്ല. ഇങ്ങനെ വെച്ച് കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. അവനെ തള്ളി ഒരു കേവിലോട്ടിടാൻ നോക്കി, അപ്പോഴാണെങ്കിൽ ഇവൻ കേവിലോട്ട് പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഒന്നാം കളഞ്ഞ്. പിന്നെ നമ്മളിങ്ങോട്ടേക്ക് വന്ന് ഈ കേവിലിറങ്ങി ഇച്ചിരി ആണൊക്കെ പറിക്കാലോ എന്നെനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിൽക്കും ആയിരുന്നു. ഇപ്പം തറയിൽ വീണ് ചാവ് എന്ന് കരുതി, ജസ്റ്റ് ഫോർ ഫണ്ണിൽ ചാവാന്ന് കരുതി. അപ്പം നമ്മൾ തറയിൽ വീണ് ചാവുമ്പോൾ സോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. Thank you for watching guys. Thank you for watching.